അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ നാളെ സ്വർഗത്തിലേക്ക് പോവുമോ ഇല്ലയോ എന്ന് ദുനിയാവിൽ നിന്നും തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന 9 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇത് കേട്ട് ഇതിൽ എന്തെങ്കിലും അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ സ്വഭാവത്തിലൂടെ അയാൾ നാളെ സ്വർഗത്തിലേക്ക് പോവുമോ ഇല്ലയോ എന്ന് നമുക്ക് ദുനിയാവിൽ നിന്നും തന്നെ അതിലേക്കുള്ള സൂചനകൾ നൽകുന്ന ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള 9 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അള്ളാഹു നമുക്കിത് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നാൽ അചഞ്ചലമായ ഈമാനാണ്, കാമിലായ ഈമാനാണ്. വിശ്വാസത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ചില മനുഷ്യരുണ്ടല്ലോ, ഒരു കളങ്കവുമില്ലാത്ത ഈമാനുള്ള ചില മനുഷ്യരുണ്ടല്ലോ, അവർ നാളെ സ്വർഗത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള ആദ്യത്തെ മാനദണ്ഡം എന്തെന്നാൽ അത് കാമിലായ അചഞ്ചലമായ വിശ്വാസമാണ്, ഈമാനാണ്. അതുകൊണ്ട് ഒന്നാമത്തെ അടയാളം നമ്മൾ എണ്ണുന്നത് ഈമാനുള്ള മനുഷ്യനാകണം എന്നുള്ളതാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലായിരിക്കെ അയാൾ മരണപ്പെട്ടാൽ അവൻ നാളെ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ നിസ്കാരത്തിലുള്ള ഒരുവൻ്റെ സൂക്ഷ്മതയാണ്. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ വുളു എടുത്ത് നിസ്കരിക്കും. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ചില മനുഷ്യരുണ്ടല്ലോ, അള്ളാഹുവിനെ ഭയക്കുന്നവർ, അവർ നാളെ സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ജീവിതത്തിൽ നിസ്കാരം കൃത്യമായിരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ നാളെ ജന്നാത്തിൽ പോകുന്നവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് നിസ്കാരം കളാ ആയിപ്പോയാൽ തന്നെ നിസ്കാരം കളാ വീട്ടാനുള്ള ഒരു ധൃതിയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നാളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ആളുകളിൽ പെട്ടവരാണ്. അള്ളാഹു പറയുന്നുണ്ട്, വിശ്വാസികൾ അവർ വിജയിച്ചിരിക്കുന്നു, അവർ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അവർ എൻ്റെ ഉള്ളിൽ വിജയിച്ചിരിക്കുന്നവരാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാളുടെ ഈമാൻ അളക്കാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കേണ്ട കാര്യമില്ല, മറിച്ച് അവൻ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. നമുക്കറിയാം, ഈമാൻ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്, എന്നാൽ ഈമാൻ ഒരുവൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നതുമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഒരു മനുഷ്യൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് വേണ്ടി സംരക്ഷണം ഉറപ്പുവരുത്തുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ അത് തൗബയാണ്. എപ്പോഴെങ്കിലും ഒരു തെറ്റുപറ്റിപ്പോയാൽ പടച്ചോനെ അത് ഞാൻ ചെയ്തു പോയല്ലോ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് തൗബ ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ. ഹറാമ് സംഭവിച്ചു പോയല്ലോ എന്ന് മനസ്സിൽ കരുതി അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് തൗബ ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്, നിങ്ങൾ കരയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിച്ചതിൻ്റെ അടയാളമാണ്. എന്ത് ചെറിയ തെറ്റാവട്ടെ വലിയ തെറ്റാവട്ടെ, നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിച്ചവരാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റു പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ളവരാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രിയമുള്ളവരാണ്. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി പടച്ചോനെ എനിക്കത് തെറ്റു പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറെ വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങളെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നാലാമത്തെ കാര്യം എന്തെന്നാൽ ജനങ്ങളോട് സത്യസന്ധതയോടു കൂടിയും സൽസ്വഭാവത്തോടു കൂടിയും പെരുമാറുക
പെരുമാറുന്നവരാണ്. മാതാപിതാക്കളോടും തൻ്റെ സഹോദരങ്ങളോടും അയൽവാസികളോടും മക്കളോടുമെല്ലാം ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അയാൾ നാളെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന മനുഷ്യനാണ് എങ്കിൽ നിങ്ങൾ നാളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ട്ടോ. പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അതുപോലെ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകുക, രോഗാവസ്ഥയിൽ കിടക്കുന്ന രോഗികളെ സഹായിക്കുക എന്നിങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ പോലും നിങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ, ഒരാൾക്ക് വേദനിച്ചാൽ അയാളുടെ കണ്ണീരൊപ്പാൻ വെമ്പൽ കൊള്ളുന്ന ഒരാളാണ് എങ്കിൽ നാളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ പെട്ടവരാണ് ട്ടോ. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ് ട്ടോ. 5-ാമത്തെ കാര്യം എന്തെന്നാൽ പാപങ്ങളോട് ഒരു ഭയം. മദ്യം തൊടാൻ ഭയം, ഇസ്ലാമിൽ ഹറാമാക്കിയ മദ്യം തൊടാനുള്ള ഒരു ഭയം, ഹറാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുവൻ്റെ ഭയം. ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഹറാമിൽ നിന്നും തെറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ, ഒരു പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ആരും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ, 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ്റെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ നിന്നും വിരക്തി തോന്നി അവിടെ നിന്നും എണീറ്റു പോകാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ, ഈ പറഞ്ഞതെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലക്ഷണമാണ് ട്ടോ. 6-ാമത്തെ കാര്യം എന്തെന്നാൽ ഖുർആനിനെ നിത്യമാക്കിയവരാണ്. എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഒരു സൂറത്തെങ്കിലും ഓതുന്നവർ, ഖുർആനെ സ്നേഹിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ, ഇങ്ങനെയുള്ളവർ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നവരാണ്. ദിവസവും സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെ പറ്റുന്ന സൂറത്തുകൾ എല്ലാ ദിവസവും ഓതുന്നവരാണോ നിങ്ങളെങ്കിൽ, ഖുർആനുമായി ബന്ധം പുലർത്തുന്ന ചില മനുഷ്യരുണ്ടല്ലോ, ഖുർആനെ പ്രിയപ്പെട്ടതായി കണ്ട് ഖുർആനെ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഓതുന്ന ചില മനുഷ്യരുണ്ടല്ലോ, ഖുർആൻ ഓതിയില്ലെങ്കിൽ എന്തോ മനസ്സിന് വല്ലാത്ത പ്രയാസം തോന്നുന്ന അങ്ങനെയുള്ള ചില മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുമുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ നാളെ പാരത്രിക ലോകത്ത് അയാൾ സ്വർഗത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത് വരെ ഖുർആൻ ആ വ്യക്തിക്ക് വേണ്ടി ശുപാർശകനായിട്ട് വരും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. 7-ാമത്തെ കാര്യം എന്തെന്നാൽ നല്ല പ്രായമായ മനുഷ്യർക്ക് അവർക്ക് ആരാധനകളോടുള്ള ഒരു പ്രത്യേക പ്രിയം ഈ വാർദ്ധക്യ സമയത്ത് വരുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് മനുഷ്യന്മാർ 50-60 വയസ്സ് കാലഘട്ടങ്ങളിൽ അവർ കൂടുതലും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് രാത്രി സമയങ്ങളിലും പകലിലും എല്ലാം നിസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കും വേണ്ടിയിട്ട് പള്ളികളിൽ നിത്യേന വരുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ. ഇങ്ങനെയുള്ളവർ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലക്ഷണം ഉള്ളവരാണ്. ഇനി 8-ാമത്തെ കാര്യം എന്തെന്നാൽ പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങളോട് ഒരു വ്യക്തിക്കുള്ള പ്രിയത്തെക്കുറിച്ചാണ്. പള്ളി കാണുമ്പോൾ, സിയാർത്ത് കേന്ദ്രങ്ങൾ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹാന്മാരെ കാണുമ്പോൾ, മക്ബറകൾ കാണുമ്പോൾ എല്ലാം ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷം ലഭിക്കുന്നു. ദീനിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ, കഅബ കാണുമ്പോൾ എല്ലാം ഒരു പ്രത്യേക ബഹുമാനം ഉള്ളിൽ നിന്നും വരുന്നു. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നാളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് ട്ടോ ഇൻഷാ അല്ലാ. ഇനി 9-ാമത്തെ വിഭാഗം ആരെന്നാൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ. റബ്ബിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും വാനോളം പുകഴ്ത്തുന്നവർ, എൻ്റെ റബ്ബ് എൻ്റെ തെറ്റുകൾ പുറത്തു തരുന്നു എന്ന് ചിന്തിക്കുന്നവർ, ഇവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പറഞ്ഞാലും അനുഭവിച്ചറിഞ്ഞാലും മതി വരാത്ത ചില മനുഷ്യന്മാരുണ്ടല്ലോ. അള്ളാഹുവിനെ ഏറെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ചില മനുഷ്യന്മാർ, ഇവർ നാളെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലക്ഷണങ്ങൾ ഉൾപ്പെട്ടവരാണ്. ഇൻഷാ അല്ലാ ഈമാനോട് കൂടി മരിക്കാൻ പറ്റണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ
നമുക്ക് ഒരു ഇഷ്ടം വേണം. അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ ഉള്ളിൽ അലതല്ലണം. അങ്ങനെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഈമാനോടുകൂടി മരിക്കാനും സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന വിശ്വാസത്തോടു കൂടി നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.